1992 നവംബർ 2 കനേഡിയൻ പ്രോവിൻസായ സസ്കാച്ചുവനിലെ കിപ്ലിംഗ് സിറ്റിയിൽ താമസിച്ചിരുന്ന 23 വയസ്സുകാരിയായിരുന്നു കാൻഡി എന്ന പെൺകുട്ടി. തന്നെ തന്റെ ഫാമിലി ഡോക്ടർ മയക്കിക്കിടത്തിയതിനു ശേഷം റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് നവംബർ 2 കാൻഡി രംഗത്ത് വന്നതോടെയാണ് അവരെ എല്ലാവരും ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. പിന്നീട് അങ്ങോട്ട് കനേഡിയൻ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നൊരു പേരായിരുന്നു കാൻഡിയുടേത്. കിപ്ലിംഗ് മെമ്മോറിയൽ യൂണിയൻ ഹോസ്പിറ്റലിലെ ഡോക്ടർ ജോൺ സ്നീബർഗറിനെതിരെയാണ് കാൻഡി ആരോപണം ഉന്നയിച്ചത്. കാൻഡിയുടെ അണ്ടർ ഗാർമെന്റ്സിലായിരുന്ന സീമനിൽ നിന്നും ഒരു പുരുഷന്റെ DNA ലഭിച്ചുവെങ്കിലും അത് ഡോക്ടർ ജോണിന്റെ DNAയുമായി മാച്ച് ആയില്ല. ഇതോടെ കാൻഡിയുടെ ആരോപണത്തെ ചൊല്ലി വൻ വിവാദങ്ങളുണ്ടായി. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം കാൻഡിയെ റേപ്പ് ചെയ്തതാരാണെന്ന് പോലീസ് കണ്ടെത്തിയപ്പോൾ എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി. കാരണം നമുക്ക് ചിന്തിച്ചു നോക്കാൻ പോലും കഴിയാത്ത തരത്തിലാണ് അയാൾ കുറ്റകൃത്യം മറച്ചുവെച്ചതും സമൂഹത്തിൽ മാന്യനായി ജീവിച്ചു വന്നതും. ആരായിരുന്നു യഥാർത്ഥത്തിൽ കാൻഡിയെ റേപ്പ് ചെയ്ത വ്യക്തി? നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. ബ്രിട്ടീഷ് എഴുത്തുകാരനും കവിയുമായിരുന്ന റുഡ്യാർഡ് കിപ്ലിംഗിന്റെ പേരിൽ അറിയപ്പെടുന്ന കാനഡയിലെ ഒരു ചെറിയ ടൗണായിരുന്നു കിപ്ലിംഗ്. സസ്കാച്ചുവൻ പ്രോവിൻസിലെ ഒരു ഫാമിംഗ് ടൗൺ കൂടിയായിരുന്നു കിപ്ലിംഗ്. അനിമൽ ഫാമുകൾ നടത്തുന്നതായിരുന്നു അവിടെയുള്ള ആളുകളുടെ പ്രധാന വരുമാനമാർഗം. 1000-ഓളം മാത്രം ജനസംഖ്യയുള്ള ചെറിയൊരു സ്ഥലം. അതുകൊണ്ട് തന്നെ ആളുകൾക്കെല്ലാം പരസ്പരം നന്നായി അറിയാം. ക്രൈം റേറ്റ് വളരെ കുറവുമാണ്. ഇങ്ങനെയൊരു സ്ഥലത്താണ് 1992 നവംബർ 2 ഒരു റേപ്പ് നടന്നത്. കിപ്ലിംഗിലെ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന പെൺകുട്ടിയായിരുന്നു 23 വയസ്സുള്ള കാൻഡീസ്. എല്ലാവരും അവളെ കാൻഡി എന്നായിരുന്നു വിളിച്ചിരുന്നത്. നവംബർ 2 കാൻഡി ജോലി ചെയ്തിരുന്ന ഗ്യാസ് സ്റ്റേഷനിലേക്ക് അവളുടെ ബോയ്ഫ്രണ്ട് ഡാനി കയറി വന്ന് കുറച്ച് പ്രശ്നങ്ങളുണ്ടാക്കി. ഓൾറെഡി ഇരുവർക്കുമിടയിൽ നിരന്തരമായി വഴക്കുണ്ടാവുന്നതിനെ തുടർന്ന് അവരുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിന്റെ വക്കിലായിരുന്നു. ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്തും തനിക്ക് സമാധാനം തരുന്നില്ല എന്ന് പറഞ്ഞ് ഡാനിയോട് ദേഷ്യപ്പെട്ട് കാൻഡി അവളുടെ കാർ എടുത്ത് അടുത്തുള്ള കിപ്ലിംഗ് മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ കാൻഡിയുടെ ഒരു സുഹൃത്ത് നഴ്സായി ജോലി ചെയ്യുന്നുണ്ട്. അവളെ കാണാനായിരുന്നു കാൻഡി പോയതെങ്കിലും അന്ന് ആ സുഹൃത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്നില്ല. ഡാനിയുമായി ഉണ്ടായ വഴക്കിനെ തുടർന്ന് കടുത്ത മാനസിക സംഘർഷത്തോടെയാണ് അവൾ ഹോസ്പിറ്റലിലേക്ക് കയറി ചെന്നത്. ഫ്രണ്ടിനെ കണ്ട് സംസാരിച്ചിരുന്നുവെങ്കിൽ അവൾക്ക് കുറച്ച് ആശ്വാസം കിട്ടുമായിരുന്നു. അവളാണെങ്കിൽ ഡ്യൂട്ടിക്ക് എത്തിയിട്ടുമില്ല. ഇതോടെ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യുന്നതിനു വേണ്ടി കാൻഡി ഫാമിലി ഡോക്ടർ കൂടിയായ ഡോക്ടർ ജോൺ സ്നീബർഗറിനെ കണ്ട് സംസാരിക്കാൻ തീരുമാനിച്ചു. കാൻഡിയുടെ പ്രസവം ഉൾപ്പെടെ നോക്കിയ ഡോക്ടറാണ് ജോൺ സ്നീബർഗർ. കുടുംബവുമായും നല്ല അടുപ്പമുള്ള വ്യക്തി. ആ സ്വാതന്ത്ര്യം വെച്ചാണ് കാൻഡി ജോണിന്റെ കൺസൾട്ടിംഗ് റൂമിലേക്ക് പോയത്. ഡാനിയുമായി നിരന്തരം വഴക്കുണ്ടാവുന്നതിനെക്കുറിച്ചും അത് തന്റെ മെന്റൽ ഹെൽത്തിനെ നന്നായി ബാധിക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞ കാൻഡി ഡാനിയെ തനിക്ക് കൊലപ്പെടുത്താൻ വരെ തോന്നാറുണ്ട് എന്ന് പറഞ്ഞ് അതൊരു കൺസൾട്ടിംഗ് റൂമാണെന്ന് പോലും നോക്കാതെ അവളുടെ ദേഷ്യം മുഴുവൻ പ്രകടിപ്പിച്ചു. കാൻഡിയുടെ ഈ അവസ്ഥ കണ്ട ഡോക്ടർ ജോൺ അവളുടെ BP പരിശോധിച്ചു. ഹൈ BP ആയിരുന്നു. കാൻഡിയുടെ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും മസിൽസ് എല്ലാം റിലാക്സ് ആക്കുന്നതിനും വേണ്ടി ഡോക്ടർ ജോൺ ഒരു സെഡേറ്റീവ് സജസ്റ്റ് ചെയ്തു. കാൻഡി അതിന് സമ്മതിക്കുകയും ചെയ്തു. ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ മയക്കം വരുമെന്നും കുറച്ചുനേരം റെസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ടേ പോവാൻ കഴിയൂ എന്നും വാണിംഗ് കൊടുത്തതിനു ശേഷമാണ് ഡോക്ടർ ജോൺ ആ മരുന്ന് കാൻഡിയുടെ ദേഹത്ത് ഇഞ്ചക്ട് ചെയ്തത്. ഇഞ്ചക്ഷൻ എടുത്ത് ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ കാൻഡിയുടെ ദേഹം മുഴുവൻ മരവിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞതും കാൻഡി അൺകോൺഷ്യസ് ആയി. പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നവൾക്ക് ഒരു ഐഡിയയുമില്ല. പാതി മയക്കത്തിൽ ശരീരത്തിൽ എന്തൊക്കെയോ സംഭവിക്കുന്നതായി അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നു. എന്നാൽ മരുന്നിന്റെ ഡോസിൽ അവൾക്കൊന്ന് എഴുന്നേൽക്കാനോ കണ്ണു തുറക്കാനോ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. കുറച്ചു നേരത്തെ മയക്കത്തിന് ശേഷമാണ് കാൻഡിക്ക് ബോധം വന്നത്. എഴുന്നേറ്റപ്പോൾ മുതൽ തനിക്കെന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് അവളുടെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു. അടുത്ത ഏതാനും മിനിറ്റുകൾക്കകം താൻ റേപ്പ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള സത്യം കാൻഡി തിരിച്ചറിഞ്ഞു. അവൾ മയക്കത്തിൽ നിന്നും എഴുന്നേറ്റ സമയത്ത് കൺസൾട്ടിംഗ് റൂമിൽ ഡോക്ടർ ജോണോ മറ്റു നഴ്സുമാരോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. തന്നോടിത് ചെയ്തവൻ ആരാണെങ്കിലും അവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് കാൻഡി ഉറച്ച തീരുമാനമെടുത്തു. അവൾ ധരിച്ചിരുന്ന പാൻറ്റീസ് അഴിച്ച് ആ റൂമിൽ നിന്നും ലഭിച്ച ഒരു എയർ ടൈറ്റ് ബാഗിനകത്തിട്ടതിനു ശേഷമാണ് കാൻഡി കൺസൾട്ടിംഗ് റൂമിൽ നിന്നും പുറത്തിറങ്ങിയത്. തന്നെ പീഡിപ്പിച്ചവനെതിരെയുള്ള തെളിവുകൾ നശിച്ചു പോവാതിരിക്കാനായിരുന്നു ആ നീക്കം. മരവിച്ച മനസ്സുമായി ആരോടും ഒന്നും പറയാതെ കാൻഡി ആ ഹോസ്പിറ്റലിൽ നിന്നും പുറത്തിറങ്ങി. വീട്ടിലെത്തിയ അവൾക്ക് ആ രാത്രി ഉറങ്ങാനേ കഴിഞ്ഞില്ല. അടുത്ത ദിവസം രാവിലെ തന്നെ കാൻഡി വീണ്ടും ആ ഹോസ്പിറ്റലിലെത്തുകയും ഡോക്ടർ ജോൺ സ്നീബർഗറിന്റെ കൺസൾട്ടിംഗ് റൂമിലേക്ക് കയറി ചെല്ലുകയും ചെയ്തു. ആ സമയം ഡോക്ടർ ജോൺ അവിടെയുണ്ടായിരുന്നു.
തലേ ദിവസം നിങ്ങൾ എന്നെ മയക്കിക്കിടത്തിയതിനു ശേഷം എന്താണ് ചെയ്തത് എന്ന് അവൾ ഡോക്ടർ ജോണിനോട് ചോദിച്ചു. ഒന്നും അറിയാത്തതുപോലെ ചിരിച്ചുകൊണ്ടുള്ള ജോണിന്റെ മറുപടി കാൻഡിയെ ഞെട്ടിച്ചു കളഞ്ഞു. എന്തുപറ്റി? വല്ല ദുസ്വപ്നവും കണ്ടതുപോലെ തോന്നുന്നുണ്ടെങ്കിൽ അത് മരുന്നിന്റെ ഡോസ് കാരണം സംഭവിക്കുന്നതാണ് എന്നായിരുന്നു ചിരിച്ചുകൊണ്ട് ഡോക്ടർ ജോൺ മറുപടി പറഞ്ഞത്. ഇതോടെ തന്നെ റേപ്പ് ചെയ്തത് ജോൺ തന്നെയാണെന്നും ചെയ്ത കുറ്റകൃത്യം മറച്ചുവെക്കാൻ അയാൾ ശ്രമം തുടങ്ങിക്കഴിഞ്ഞു എന്നും കാൻഡിക്ക് മനസ്സിലായി. അവൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയും പാരന്റ്സിനോട് കാര്യം പറയുകയും ചെയ്തു. റേപ്പ് ചെയ്യപ്പെട്ടു എന്നുള്ളത് തന്റെ സംശയമല്ല എന്നും ഉറപ്പാണ് എന്നും അവൾ പാരന്റ്സിനോട് പറഞ്ഞതോടെ കാൻഡിയുടെ അച്ഛൻ എഡ് അവളെയും കൊണ്ട് റജൈനയിലേക്ക് പോയി. സസ്കാച്ചുവൻ പ്രോവിൻസിന്റെ ക്യാപിറ്റൽ സിറ്റിയാണ് റജൈന. റേപ്പ് ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടിയാണ് അവർ റജൈനയിലെത്തിയത്. കിപ്ലിംഗ് മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് പോയാൽ തെളിവുകൾ അട്ടിമറിക്കപ്പെടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് അവർ റജൈനയിലെ ഒരു ക്ലിനിക്കിലെത്തി ടെസ്റ്റ് നടത്തിയത്. ഇത്തരത്തിൽ നടത്തിയ ടെസ്റ്റിൽ കാൻഡി അന്ന് ധരിച്ചിരുന്ന ജീൻസിൽ നിന്നും പാൻറ്റീസിൽ നിന്നും സീമൻ കണ്ടെത്തി. അവളുടെ വജൈനൽ സ്വാബിലും സീമന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. അതുപോലെ ബ്ലഡ് ടെസ്റ്റ് നടത്തിയ സമയത്ത് വേഴ്സ്റ്റ് എന്നറിയപ്പെടുന്ന ഒരു അൺയൂഷ്വൽ ഡ്രഗാണ് അവളുടെ ബ്ലഡിൽ ഇഞ്ചക്ട് ചെയ്തിരിക്കുന്നത് എന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു. സാധാരണയായി അനസ്തേഷ്യക്കെല്ലാം ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് വേഴ്സ്റ്റ്. അത് കാൻഡിയുടെ ദേഹത്ത് ഇഞ്ചക്ട് ചെയ്യേണ്ട ഒരാവശ്യവും ഡോക്ടർ ജോണിനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ റേപ്പ് ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ജോൺ ആ മരുന്ന് കുത്തിവെച്ചത് എന്നും കാൻഡിക്ക് മനസ്സിലായി. ഇതോടെ ഡോക്ടർ ജോൺ സ്നീബർഗറിനെതിരെ പീഡന പരാതിയുമായി കാൻഡി രംഗത്ത് വന്നു. കനേഡിയൻ മാധ്യമങ്ങളിൽ അത് വലിയ വാർത്തയായി. എന്നാൽ കിപ്ലിംഗ് ടൗണിലെ ജനങ്ങളൊന്നും തന്നെ കാൻഡിയുടെ വെളിപ്പെടുത്തൽ വിശ്വസിക്കാൻ തയ്യാറായില്ല. കാരണം ജനങ്ങളെല്ലാവരും ബഹുമാനിച്ചിരുന്ന ആ കമ്മ്യൂണിറ്റിയിലെ തന്നെ അറിയപ്പെടുന്നൊരു ഡോക്ടറായിരുന്നു ജോൺ സ്നീബർഗർ. അത്യാവശ്യം സമ്പന്നനായ വ്യക്തി. കാൻഡി ആണെങ്കിൽ സിംഗിൾ മദറാണ്. അവൾക്ക് ഡോക്ടർ ജോണിനെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹമുണ്ടായിരിക്കാം. ജോൺ അതിനെ സമ്മതിക്കാത്തതിന്റെ ദേഷ്യം തീർത്തതുമാവാം. അതുമല്ലെങ്കിൽ ലൈംഗികാരോപണം ഉന്നയിച്ച് പണം തട്ടിയെടുക്കാനുള്ള പ്ലാനിംഗ് ആയിരിക്കും ഇത് എന്നെല്ലാമുള്ള ആരോപണങ്ങളാണ് കാൻഡിക്കെതിരെ ഉയർന്നു വന്നത്. കാൻഡിയുടെയും അവളുടെ പാരന്റ്സിന്റെയും പരാതിയിൻ പ്രകാരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അന്ന് കിപ്ലിംഗ് മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഡോക്ടർ ജോണിന്റെ കൺസൾട്ടിംഗ് റൂമിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സുമാരെയാണ് അവരാദ്യം ചോദ്യം ചെയ്തത്. ആർക്കും ഡോക്ടർ ജോണിനെ കുറിച്ച് മോശമായതൊന്നും പറയാനുണ്ടായിരുന്നില്ല. കാൻഡി ആരോപിക്കുന്നത് പോലെയൊന്നും അന്ന് നടന്നിട്ടില്ല എന്ന് അവരെല്ലാവരും ഉറപ്പിച്ചു പറഞ്ഞു. അദ്ദേഹത്തിൽ നിന്നും മുൻപൊരിക്കലും ഇത്തരത്തിൽ മോശം അനുഭവം നേരിട്ടതായുള്ള പരാതികളും ഉയർന്നു വന്നിട്ടില്ല. ഡോക്ടർ ജോൺ സ്നീബർഗറിനെയും ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു. കാൻഡിയുടെ ആരോപണങ്ങളെല്ലാം നിഷേധിച്ച ഡോക്ടർ ജോൺ DNA ടെസ്റ്റ് നടത്താൻ താൻ തയ്യാറാണെന്ന് പോലീസുകാരെ അറിയിക്കുകയും ചെയ്തു. ഇതോടെ ഡോക്ടർ ജോണിന്റെ ബ്ലഡ് കളക്ട് ചെയ്ത് DNA ടെസ്റ്റിനയച്ചു. എന്നാൽ കാൻഡിയുടെ റേപ്പ് ടെസ്റ്റ് കിറ്റിലെ സീമനിൽ നിന്നും കണ്ടെത്തിയ DNAയും ഡോക്ടർ ജോണിന്റെ DNAയും മാച്ച് ആയില്ല. ഇതോടെ ഡോക്ടർ ജോണിനെതിരായുള്ള ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് പോലീസുകാർക്ക് മനസ്സിലായി. വ്യാജ പ്രചരണം നടത്തിയെന്ന് പറഞ്ഞ് കാൻഡിക്കെതിരെ പൊതുജനരോഷം ശക്തമായി. പലരും പൊതുസ്ഥലങ്ങളിൽ വെച്ച് അവരെ ചീത്ത വിളിക്കുകയും അപമാനിക്കുകയും ചെയ്തു. പക്ഷെ കാൻഡി അവളുടെ ആരോപണം പിൻവലിക്കാൻ തയ്യാറായിരുന്നില്ല. നിലപാടുകളിൽ നിന്നും അവൾ ഒരടി പോലും പുറകോട്ട് പോയില്ല. DNA ടെസ്റ്റിന്റെ ആധികാരികത കാൻഡി ചോദ്യം ചെയ്തു. കാരണം കിപ്ലിംഗ് മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നിന്നുമാണ് ഡോക്ടർ ജോണിന്റെ ബ്ലഡ് എടുത്തത്. അതുകൊണ്ട് തന്നെ DNA ടെസ്റ്റിന് മുൻപായി ബ്ലഡ് സാമ്പിൾ മാറ്റിവെച്ചിട്ടുണ്ടാവുമെന്നായിരുന്നു കാൻഡിയുടെ ആരോപണം. 1 വർഷം നീണ്ടുനിന്ന കാൻഡിയുടെ പരിശ്രമങ്ങൾക്കൊടുവിൽ പോലീസ് വീണ്ടും കേസിൽ ഇടപെട്ടു. 1993 ഓഗസ്റ്റോടെ ഒരിക്കൽ കൂടി DNA ടെസ്റ്റ് നടത്താൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഡോക്ടർ ജോൺ രംഗത്ത് വന്നു. ഇത്തവണ ഒരു രജിസ്റ്റേർഡ് നഴ്സ് ഡോക്ടർ ജോണിന്റെ കയ്യിൽ സിറിഞ്ചിന്റെ നീഡിൽ കുത്തിയിറക്കുന്നതും ബ്ലഡ് സിറിഞ്ചിലേക്ക് വരുന്നതും നേരിൽ കണ്ട് ബോധ്യപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ ആ ബ്ലഡ് സാമ്പിൾ അപ്പോൾ തന്നെ കളക്ട് ചെയ്ത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലുള്ള ഫോറൻസിക് ലാബിൽ നേരിട്ടെത്തിച്ചാണ് DNA ടെസ്റ്റ് നടത്തിയത്. എന്നിട്ടും പരിശോധനാ ഫലം നെഗറ്റീവായിരുന്നു. ഡോക്ടർ ജോണിന്റെ DNA മാച്ച് ആയില്ല. 2 തവണയും DNA സാമ്പിൾ നൽകാൻ സ്വമേധയാ മുന്നോട്ട് വരികയും തന്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിൽ വിജയിക്കുകയും ചെയ്ത ഡോക്ടർ ജോണിനെ പോലീസുകാർക്കും പൊതുജനങ്ങൾക്കും കൂടുതൽ വിശ്വാസമായി. ഇതോടെ എവിഡൻസ് ഇല്ല എന്ന് പറഞ്ഞ് പോലീസ് ഈ കേസ് ക്ലോസ് ചെയ്തു. ഇനി പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു സപ്പോർട്ടും ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ടും തോറ്റു പിന്മാറാൻ തയ്യാറല്ലായിരുന്ന കാൻഡി ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്ററിനെ ഹയർ ചെയ്ത് സ്വന്തം നിലയ്ക്ക് അന്വേഷണം നടത്താൻ തീരുമാനിച്ചു. കാൻഡിയുടെ കേസ് ഏറ്റെടുത്ത പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റർ ആദ്യമെത്തിയത് കിപ്ലിംഗ് മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ പാർക്കിംഗ് ലോട്ടിലേക്കായിരുന്നു. അവിടെ പാർക്ക് ചെയ്തിരുന്ന ഡോക്ടർ ജോൺ സ്നീബർഗറിന്റെ കാർ കണ്ടെത്തിയ അദ്ദേഹം ഡോർ ലോക്ക് തകർത്ത് കാറിനകത്ത് കയറി. DNA കണ്ടെത്താൻ കഴിയുന്ന തരത്തിലുള്ള എന്തെങ്കിലും വസ്തുക്കൾ ലഭിക്കുമോ എന്നറിയലായിരുന്നു ഉദ്ദേശം. കുറച്ചു നേരത്തെ പരിശോധനയിൽ ഡ്രൈവിംഗ് സീറ്റിലെ ഹെഡ് റെസ്റ്റിൽ നിന്നും കുറച്ച് മുടികൾ ലഭിച്ചു.
അതുപോലെ ഡോക്ടർ ജോൺ ഉപയോഗിക്കുന്നതാണെന്ന് കരുതുന്ന ഒരു ലിപ് ബാമും ആ കാറിനകത്തു നിന്നും ലഭിച്ചു. ഇവ രണ്ടുമായി അദ്ദേഹം ഒരു പ്രൈവറ്റ് ലാബിലെത്തുകയും DNA ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഡ്രൈവിംഗ് സീറ്റിലെ ഹെഡ് റെസ്റ്റിൽ നിന്നും കളക്ട് ചെയ്ത മുടികളിൽ റൂട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ DNA കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ലിപ് ബാം ഡോക്ടർ ജോൺ ഉപയോഗിച്ചതാണെങ്കിൽ DNA കണ്ടെത്താൻ കഴിയും. കാരണം ലിപ് ബാം നമ്മൾ ചുണ്ടിൽ തേക്കുന്ന സമയത്ത് നമ്മുടെ ചുണ്ടിലെ എപ്പിത്തീലിയൽ സെൽസ് ഉറപ്പായും ലിപ് ബാമിലേക്ക് ട്രാൻസ്ഫർ ആവും. എപ്പിത്തീലിയൽ സെൽസ് ലഭിച്ചു കഴിഞ്ഞാൽ DNA കണ്ടെത്തുക എന്നുള്ളത് എളുപ്പവുമാണ്. ഇത്തരത്തിൽ ആ ലിപ് ബാമിൽ നടത്തിയ പരിശോധനയിൽ എപ്പിത്തീലിയൽ സെൽസ് ലഭിക്കുകയും അതിൽ നിന്നും ഒരു പുരുഷന്റെ DNA കണ്ടെത്തുകയും ചെയ്തു. ആ DNA കാൻഡിയുടെ റേപ്പ് ടെസ്റ്റ് കിറ്റിൽ നിന്ന് ലഭിച്ച DNAയുമായി 100% മാച്ചാണ്. കാൻഡിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ആശ്വാസം നൽകുന്ന ഒരു പരിശോധനാ ഫലമായിരുന്നു അത്. ഇനി ഈ റിസൾട്ട് കാണിച്ച് എങ്ങനെയെങ്കിലും പോലീസുകാരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കേസ് റീഓപ്പൺ ചെയ്യിപ്പിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ അവൾക്കുണ്ടായിരുന്നു. എന്നാൽ പോലീസ് കേസ് റീഓപ്പൺ ചെയ്താൽ തന്നെ ധാരാളം തടസ്സങ്ങൾ അവർക്ക് മുന്നിലുണ്ട്. ഒന്ന്, ലിപ് ബാമിൽ നിന്ന് ലഭിച്ച DNA കാൻഡിയെ റേപ്പ് ചെയ്ത വ്യക്തിയുടേതാണ് എന്നുള്ള കാര്യം ഉറപ്പാണെങ്കിലും അത് ഡോക്ടർ ജോണിന്റെയാണെന്ന് ഇനിയും ഉറപ്പിക്കാനായിട്ടില്ല. കാരണം ആ ലിപ് ബാം ഡോക്ടർ ജോണിന്റെ കാറിൽ നിന്ന് ലഭിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അയാളാണത് ഉപയോഗിക്കുന്നത് എന്നുള്ളതിന് തെളിവില്ല. കൂടാതെ ജോണിന്റെ ബ്ലഡിൽ നിന്നും കണ്ടെത്തിയ DNAയും എപ്പിത്തീലിയൽ സെൽസിൽ നിന്നും കണ്ടെത്തിയ DNAയും എങ്ങനെ വ്യത്യസ്ത DNAകളായി? ഇനി ജോണിന്റെ പിടിപാടുകൾ വെച്ച് ബ്ലഡ് സാമ്പിൾ മാറ്റിവെച്ചതാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞാലും പ്രശ്നങ്ങളുണ്ട്. പ്രതിയാണെന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തിയുടെ സമ്മതപ്രകാരമല്ലാതെയോ കോടതി ഉത്തരവില്ലാതെയോ കണ്ടെത്തിയിട്ടുള്ള DNA പരിശോധനാ ഫലങ്ങളൊന്നും കോടതിയിൽ നിലനിൽക്കില്ല. നിലവിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റർ കാറിന്റെ ഡോർ തകർത്ത് നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെയാണ് DNA കണ്ടെത്തിയിരിക്കുന്നത്. അതിനാൽ അത് വാലിഡ് ആവില്ല. ഇതേസമയം ഏതു മാർഗത്തിലൂടെയാണെങ്കിലും തന്നെ പീഡിപ്പിച്ചവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുമെന്ന ഉറച്ച തീരുമാനമെടുത്ത കാൻഡി കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്തു. കോടതിയിൽ നിന്നും കാൻഡിക്ക് അനുകൂലമായ തീരുമാനമുണ്ടായി. കേസ് റീഓപ്പൺ ചെയ്യാൻ ഉത്തരവായി. ഇതേ തുടർന്ന് ഡോക്ടർ ജോൺ സ്നീബർഗർ മൂന്നാമത്തെ തവണയും ബ്ലഡ് സാമ്പിൾ നൽകാനായി സ്വമേധയാ മുന്നോട്ട് വന്നു. ഇത്തവണ എല്ലാ പ്രൊസീജിയേഴ്സും വീഡിയോ റെക്കോർഡ് ചെയ്യണമെന്ന് പ്രത്യേക കോടതി ഉത്തരവുണ്ടായിരുന്നു. അതിൻ പ്രകാരം ജോണിനെ ഫോറൻസിക് ലാബിലെത്തിച്ചാണ് ബ്ലഡ് എടുക്കാൻ തീരുമാനിച്ചത്. അതെല്ലാം വീഡിയോ റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. ഇത്തവണ ഡോക്ടർ ജോണിന്റെ ഫിംഗറിൽ നിന്നും ബ്ലഡ് കളക്ട് ചെയ്യാനാണ് ലാബ് ടെക്നീഷ്യൻ തീരുമാനിച്ചത്. എന്നാൽ ജോൺ അതിനെതിർപ്പ് പ്രകടിപ്പിച്ചു. ഫിംഗറിൽ നിന്നും ബ്ലഡ് എടുക്കുന്നത് തന്റെ ശരീരത്തിൽ അലർജി ഉണ്ടാക്കുമെന്നും അതിനാൽ കയ്യിൽ നിന്നും എടുത്താൽ മതിയെന്ന് പറഞ്ഞ് അദ്ദേഹം ഇടത് കൈ കാണിച്ചു കൊടുത്തു. ജോൺ സ്വമേധയാ ബ്ലഡ് നൽകാൻ തയ്യാറായി വന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സമ്മതമില്ലാതെ ഒന്നും ചെയ്യാൻ നിയമം അനുവദിക്കുന്നില്ല. അതിനാൽ ജോൺ കാണിച്ചു കൊടുക്കുന്ന സ്ഥലത്ത് നിന്ന് മാത്രമേ ബ്ലഡ് എടുക്കാൻ ലാബ് ടെക്നീഷ്യന് കഴിയുമായിരുന്നുള്ളൂ. ഇതെല്ലാം വീഡിയോ റെക്കോർഡ് ചെയ്ത് നോക്കി നിൽക്കുന്ന പോലീസുകാർക്കും കൂടുതലൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഇത്തരത്തിൽ ബ്ലഡ് എടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് വിചിത്രമായൊരു കാര്യം ലാബ് ടെക്നീഷ്യൻ ശ്രദ്ധിച്ചത്. ജോണിന്റെ ഇടത് കൈയിലെ വെയിൻ വളരെ വലുതായിരുന്നു. സാധാരണ ഒരു മനുഷ്യന്റെ കയ്യിൽ കാണുന്ന വെയിനിനേക്കാളും വലുതായിരുന്നു അത്. വെയിൻ വലുതാണെങ്കിലും ആദ്യ ശ്രമത്തിൽ അതിൽ നിന്നും ബ്ലഡ് ലഭിച്ചില്ല എന്നുള്ളതാണ് വിചിത്രമായ മറ്റൊരു കാര്യം. രണ്ടാമത്തെ ശ്രമത്തിലാണ് കുറച്ചെങ്കിലും ബ്ലഡ് ലഭിച്ചത്. ബ്ലഡ് നൽകിയതിനു ശേഷം ഡോക്ടർ ജോൺ പോവുകയും ചെയ്തു. കളക്ട് ചെയ്ത ബ്ലഡ് പരിശോധിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന മറ്റൊരു സത്യം ഫോറൻസിക് ടീമിന് മനസ്സിലായത്. ജീവനുള്ള ഒരു വ്യക്തിയുടെ ബ്ലഡ് പോലെയായിരുന്നില്ല അതുണ്ടായിരുന്നത്. അത്രയും ഡീഗ്രേഡ് ആയിട്ടുണ്ടായിരുന്നു. ഇതോടെ പോലീസുകാർക്ക് ആദ്യമായി ജോണിന് മേൽ സംശയം വന്നു തുടങ്ങി. എന്നാൽ വീണ്ടും ഒരു ബ്ലഡ് സാമ്പിൾ എടുക്കുക എന്നുള്ളത് നിയമപരമായി പോസിബിൾ ആയ കാര്യമല്ല. ഓൾറെഡി 3 തവണ സ്വമേധയാ ബ്ലഡ് നൽകിയ വ്യക്തിയാണ് ഡോക്ടർ ജോൺ. അവസാനം നൽകിയ ബ്ലഡിലെ DNAയും കാൻഡിയുടെ റേപ്പ് ടെസ്റ്റ് കിറ്റിലെ DNAയുമായി മാച്ച് ആയില്ല. ഇനി ഡോക്ടർ ജോൺ കാൻഡിയെ റേപ്പ് ചെയ്തിരിക്കാനുള്ള സാധ്യതകൾ കണ്ടെത്താത്തിടത്തോളം കാലം അയാൾക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ പോലീസിന് കഴിയില്ല. വർഷങ്ങൾ കടന്നുപോയി. കാൻഡി റേപ്പ് ചെയ്യപ്പെട്ട് 5 വർഷങ്ങൾക്ക് ശേഷം 1997 ഏപ്രിൽ 25 ഈ കേസിലൊരു ബ്രേക്ക് ത്രൂ ലഭിച്ചു. ജോൺ സ്നീബർഗറിന്റെ വീട്ടിൽ നിന്നും തന്നെയാണ് ആ ബ്രേക്ക് ത്രൂ ലഭിച്ചത്. വർഷങ്ങളായി ഡോക്ടർ ജോൺ തന്നെ റേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് അയാളുടെ സ്റ്റെപ്പ് ഡോട്ടർ രംഗത്ത് വന്നതോടെയാണ് ജോൺ സ്നീബർഗറിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് എല്ലാവർക്കും അറിഞ്ഞത്. ജോണിന്റെ ഭാര്യയുടെ ആദ്യ വിവാഹത്തിലുണ്ടായ മകളായിരുന്നു പരാതിക്കാരി. കഴിഞ്ഞ കുറെ വർഷങ്ങളായി രാത്രിയാവുമ്പോൾ ജോൺ തന്റെ റൂമിലേക്ക് വരികയും എന്തോ ഒരു മരുന്ന് ഇഞ്ചക്ട് ചെയ്തതിനു ശേഷം തന്നെ പീഡിപ്പിക്കുമായിരുന്നു എന്നാണ് ആ പെൺകുട്ടി പോലീസിന് മൊഴി കൊടുത്തത്. ഈ സംഭവങ്ങൾ പുറത്തു പറഞ്ഞാൽ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നതുകൊണ്ടാണ് ഇതുവരെ പിടിച്ചു നിന്നത് എന്നും ആ പെൺകുട്ടി മൊഴി കൊടുത്തു. ഇതോടെ പോലീസ് ജോണിനെ പ്രതിയാക്കി കേസെടുത്തു. ഒപ്പം കാൻഡിയുടെ റേപ്പ് കേസും അന്വേഷിക്കാൻ പോലീസ് തീരുമാനിച്ചു.
ജോണിന്റെ സമ്മതത്തിന് കാത്തുനിൽക്കാതെ 4ാമത്തെ DNA ടെസ്റ്റ് നടത്തുന്നതിനായി പോലീസ് കോടതിയിൽ നിന്നും അനുമതി വാങ്ങിച്ചു. അതുകൊണ്ട് തന്നെ ഇത്തവണ DNA ടെസ്റ്റ് നടത്താനായി പോലീസ് 3 സാമ്പിൾ കളക്ട് ചെയ്തു. ജോണിന്റെ മുടി, സലൈവ, ഫിംഗറിൽ നിന്നുമുള്ള ബ്ലഡ് എന്നിവയാണ് കളക്ട് ചെയ്തത്. DNA പരിശോധനാ ഫലം പുറത്തു വന്നപ്പോൾ പോലീസുകാർ ഞെട്ടിപ്പോയി. മുൻപ് 3 തവണ ജോണിന്റെ കയ്യിൽ നിന്നും കളക്ട് ചെയ്ത ബ്ലഡിലെ DNAയുമായി ഇപ്പോഴത്തെ DNA മാച്ച് ആയില്ല എന്ന് മാത്രമല്ല, കാൻഡിയുടെ റേപ്പ് ടെസ്റ്റ് കിറ്റിലെ DNAയുമായി ഇപ്പോഴത്തെ DNA മാച്ച് ആവുകയും ചെയ്തു. അതായത് കാൻഡിയെ റേപ്പ് ചെയ്തിരിക്കുന്നത് ഡോക്ടർ ജോൺ സ്നീബർഗർ തന്നെയാണെന്ന് പകൽ പോലെ വ്യക്തം. വർഷങ്ങളായുള്ള പോരാട്ടം വിജയിച്ചതിൽ കാൻഡി അതിയായി സന്തോഷിച്ചു. അപ്പോഴും DNAയുടെ കാര്യത്തിൽ എങ്ങനെയാണ് ഡോക്ടർ ജോൺ പോലീസിനെയും ഫോറൻസിക് ടീമിനെയും പറ്റിച്ചത് എന്നുള്ളത് അജ്ഞാതമായി തുടർന്നു. അയാൾ 3 തവണയും ബ്ലഡ് നൽകിയത് പോലീസിന്റെ സാന്നിധ്യത്തിലാണ്. എന്നാൽ DNA റിസൾട്ടിൽ എങ്ങനെ തിരിമറി നടന്നു? ഡോക്ടർ ജോൺ സ്നീബർഗറിനെ അറസ്റ്റ് ചെയ്ത് വൈദ്യപരിശോധന നടത്തിയതോടെയാണ് അതിനുള്ള ഉത്തരം ലഭിച്ചത്. കാനഡയിലെ ജനങ്ങൾ ഒരു ഞെട്ടലോടെയാണ് ആ വാർത്ത കേട്ടത്, പ്രത്യേകിച്ച് കിപ്ലിംഗ് നിവാസികൾ. കാരണം അവർ ഇത്രകാലം ജോണിനെ സപ്പോർട്ട് ചെയ്ത് കാൻഡിയെ തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കുറ്റകൃത്യം മറച്ചുവെക്കാനായി ജോൺ സ്നീബർഗർ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. കാൻഡി റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് അവൾ മനസ്സിലാക്കി എന്നറിഞ്ഞതിന്റെ അടുത്ത ദിവസം തന്നെ ജോൺ സ്നീബർഗർ അയാളുടെ ഇടത് കൈയിൽ ഒരു മൈനർ സർജറി നടത്തിയിരുന്നു. അതായത് തന്റെ പേഷ്യൻസിൽ ഒരാളുടെ ബ്ലഡ് എടുത്ത് ഒരു ലാറ്റക്സ് ട്യൂബിനകത്ത് നിറച്ചതിനു ശേഷം ജോൺ അയാളുടെ ഇടത് കൈയിൽ സർജറി ചെയ്ത് ആ ട്യൂബ് സ്കിന്നിനടിയിലായി ഇൻസേർട്ട് ചെയ്തു വെച്ചിരിക്കുകയാണ്. പുറമെ കാണുന്നവർക്ക് അതൊരു വെയിനാണെന്ന് മാത്രമേ തോന്നുകയുള്ളൂ. ആ ട്യൂബിനകത്ത് നിന്നുമാണ് 3 തവണയും DNA ടെസ്റ്റിനായി ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്തത്. അതിനാലാണ് DNA മാച്ച് ആവാതിരുന്നത്. എന്നാൽ 3ാമത്തെ സാമ്പിൾ ശേഖരിച്ചത് റേപ്പ് നടന്ന് 5 വർഷങ്ങൾക്ക് ശേഷമാണ്. അതുകൊണ്ടാണ് ആ ട്യൂബിലെ ബ്ലഡ് ഡീഗ്രേഡ് ആയതും പോലീസുകാർക്ക് ജോണിന് മേൽ സംശയം വന്നു തുടങ്ങിയതും. പക്ഷെ 3 തവണയും DNA ടെസ്റ്റ് നടത്താൻ സമ്മതമറിയിച്ച് സ്വമേധയാ മുന്നോട്ട് വന്ന ഡോക്ടർ ജോൺ നിയമത്തിന്റെ ആനുകൂല്യം നേടിയെടുക്കുകയായിരുന്നു. ഒരാൾ DNA സാമ്പിൾ നൽകാൻ സമ്മതമറിയിച്ചു കഴിഞ്ഞാൽ അയാളുടെ താല്പര്യത്തിനെതിരായി പോലീസുകാർക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അതിനാലാണ് 3 തവണയും ഡോക്ടർ ജോണിന്റെ ഇടത് കൈയിൽ നിന്നും തന്നെ ബ്ലഡ് എടുക്കേണ്ടതായി വന്നത്. വർഷങ്ങൾക്ക് ശേഷം സ്റ്റെപ്പ് ഡോട്ടർ പീഡന വിവരം തുറന്നു പറഞ്ഞതോടെയാണ് ജോൺ പിടിയിലായതും ഈ സത്യങ്ങളെല്ലാം പുറം ലോകമറിഞ്ഞതും. കാൻഡി എന്ന ആ പെൺകുട്ടി പ്രതിക്ക് ശിക്ഷ വാങ്ങിച്ചു നൽകുന്നതിനായി ഇത്രയൊക്കെ പോരാടിയിട്ടും പ്രതിക്ക് അർഹിച്ച ശിക്ഷ ലഭിച്ചില്ല എന്നുള്ളതാണ് വിഷമകരമായ കാര്യം. ഈ കേസിലെ വിചാരണ പൂർത്തിയായപ്പോൾ പ്രതിക്ക് വെറും 6 വർഷത്തെ ജയിൽ ശിക്ഷയാണ് കനേഡിയൻ കോടതി വിധിച്ചത്. 2 പെൺകുട്ടികളെ പീഡിപ്പിച്ചവന് വെറും 6 വർഷം തടവ്. 2003 ജയിൽ മോചിതനായ ജോൺ സ്നീബർഗറിനെ കനേഡിയൻ ഗവൺമെന്റ് അയാളുടെ സ്വന്തം രാജ്യമായ സാംബിയയിലേക്ക് തന്നെ തിരിച്ചയച്ചു. ആഫ്രിക്കൻ രാജ്യമായ സാംബിയയുടെ ക്യാപിറ്റൽ സിറ്റിയായ ലുസാക്കിയിൽ ജനിച്ചു വളർന്ന ജോൺ പിന്നീട് കാനഡയിലേക്ക് കുടിയേറി കനേഡിയൻ പൗരത്വം കരസ്ഥമാക്കിയതായിരുന്നു. ഇന്ന് സ്വന്തം രാജ്യത്ത് സമാധാനത്തോടെ ജീവിക്കുന്നുണ്ടാവും ആ ക്രിമിനൽ. എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്തു പറയൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം. ബൈ.